നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂർ അന്നമനടയിൽ ഇടഞ്ഞ ആന യുവാവിനെ എടുത്തെറിഞ്ഞു. അന്നമനട മഹാദേവ ക്ഷേത്രത്തിലെ വലിയ വിളക്ക് ഉത്സവത്തിനിടെ അക്കിക്കാവ് കാർത്തികേയൻ എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. ആക്രമണത്തിൽ പരിക്കേറ്റ മാമ്പ്ര എരിയാംകുടി സ്വദേശി തുറനെല്ലൂർ മനയിൽ വിവേകിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുമ്പിലാവിലെ ബാറിൽ ഇരു സംഘങ്ങൾ തമ്മിൽ സംഘർഷം. 3 യുവാക്കൾക്ക് പരിക്ക്. ബിയർ കുപ്പി കൊണ്ടുള്ള ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവിന്റെ പുറത്ത് 37 തുന്നലിട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് കൊലപാതകം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 4 അംഗ സംഘത്തിനെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രസിദ്ധമായ പഴഞ്ഞി അരുവായി ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് വെള്ളിയാഴ്ച തുടക്കം. വെള്ളിയാഴ്ച പൂരാഘോഷവും ശനിയാഴ്ച വേലായ ആഘോഷവും നടക്കും. 34 ആഘോഷ കമ്മിറ്റികളിൽ നിന്നായി കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കുക തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെ 50ഓളം ഗജവീരന്മാർ. പൂരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. പത്ത് ദിവസം നീണ്ടുനിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ക്ഷേത്രത്തിന് രാവിലെ നടക്കുന്ന ആനയില്ലാ ശീവേലിക്കും ഉച്ചകഴിഞ്ഞ് 3 നടക്കുന്ന ആനയോട്ടത്തിനും ശേഷം രാത്രിയിലാണ് കൊടിയേറ്റം. സ്വർണധ്വജത്തിൽ സപ്തവർണ്ണക്കൊടി ഉയരുന്നതോടെ ഗുരുഭവനപുരി ഉത്സവലഹരിയിലാകും. സർക്കാർ ഏറ്റെടുത്ത പുലിയന്നൂർ സെന്റ് തോമസ് UP സ്കൂളിന്റെ പേര് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. സർക്കാർ ഏറ്റെടുത്ത വിദ്യാലയങ്ങളുടെ നിലവിലെ പേരിനോട് ഗവൺമെന്റ് എന്ന് ചേർക്കുന്ന പതിവ് തുടരണമെന്നും അല്ലാത്തപക്ഷം പ്രതിഷേധം ശക്തമാക്കുമെന്നും സമരസമിതി. വാർത്തകൾ വിശദമായി. തൃശൂർ അന്നമനടയിൽ ഇടഞ്ഞ ആന യുവാവിനെ എടുത്തെറിഞ്ഞു. അന്നമനട മഹാദേവ ക്ഷേത്രത്തിലെ വലിയ വിളക്ക് ഉത്സവത്തിനിടെയാണ് അക്കിക്കാവ് കാർത്തികേയൻ എന്ന കൊമ്പൻ ഇടഞ്ഞത്. രാവിലെ 9ഓടെ ശീവേലി എഴുന്നള്ളിപ്പിനായി ആനയുടെ പുറത്തേക്ക് കോലം എടുത്തു കൊടുക്കുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിതമായ ആക്രമണം. ആന യുവാവിനെ തുമ്പിക്കൈ കൊണ്ട് കാലിൽ ചുറ്റിയെടുത്ത് എറിയുകയായിരുന്നു. ആക്രമണത്തിൽ മാമ്പ്ര എരിയാംകുടി സ്വദേശി തുറനെല്ലൂർ മനയിൽ വിവേകിന് പരിക്കേറ്റു. വിവേകിനെ ഉടൻ തന്നെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുമ്പിലാവിലെ ബാറിൽ ഇരു സംഘങ്ങൾ തമ്മിൽ സംഘർഷം. സംഘട്ടനത്തിൽ 3 യുവാക്കൾക്ക് പരിക്കേറ്റു. ബിയർ കുപ്പി കൊണ്ടുള്ള ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവിന്റെ പുറത്ത് 37 തുന്നലിട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് കൊലപാതകം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 4 അംഗ സംഘത്തിനെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചാലിശ്ശേരി സ്വദേശികളായ വൈഷ്ണവ്, വിഷ്ണു, എടപ്പാൾ സ്വദേശി വിജിൽ എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ബുധനാഴ്ച രാത്രി 10:30ഓടെ പെരുമ്പിലാവിലെ KR ബാറിലായിരുന്നു സംഭവം. മദ്യപാനത്തിനിടെയുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ബിയർ കുപ്പി കൊണ്ടുള്ള ആക്രമണത്തിൽ വിഷ്ണുവിൻ്റെ പുറത്ത് ആഴത്തിലുള്ള മുറിവേൽക്കുകയും 37 തുന്നലുകളിടുകയും ചെയ്തു. വിജിലിൻ്റെ മുഖത്തും പരിക്കേറ്റിട്ടുണ്ട്. കൊലപാതക ശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതികളായ ലിഷോയ്, നിഖിൽ, ബാദുഷ, ഇവരുടെ സുഹൃത്തായ അർഷാദ് എന്നിവർ ചേർന്നാണ് യുവാക്കളെ ആക്രമിച്ചത്. കുന്നംകുളം, ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനുകളിലെ ആൻറ്റി സോഷ്യൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് പ്രതികൾ. കഴിഞ്ഞ വർഷം മാർച്ചിൽ കുന്നംകുളം സ്വദേശിയായ അക്ഷയ് എന്നയാളെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ് ഇപ്പോൾ ആക്രമണം നടത്തിയ ലിഷോയും, നിഖിലും, ബാദുഷയും. നിലവിൽ ഒല്ലൂർ, ചാവക്കാട്, ചങ്ങരംകുളം എന്നിവിടങ്ങളിൽ താമസിച്ചു വരികയായിരുന്നു ഇവർ. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികൾക്കായി കുന്നംകുളം പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. പാറയമ്പാടത്ത് കാറും ലോറിയും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച വൈകിട്ട് 3:15ഓടെയാണ് അപകടമുണ്ടായത്. പെരിന്തൽമണ്ണയിൽ നിന്നും ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി പോയിരുന്നവരുടെ വാഗണർ കാറും കോഴിക്കോട് ഭാഗത്തേക്ക് വന്നിരുന്ന ചരക്ക് ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. കാർ യാത്രക്കാരും പെരിന്തൽമണ്ണ സ്വദേശികളുമായ രാജേഷ്, രാധ, മല്ലിക, സരോജം എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടം നടന്ന ഉടനെ നാട്ടുകാരും പോലീസും ചേർന്ന് ഇവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവരിൽ രാധയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കുണ്ട്. കുന്നംകുളം പോലീസ് സംഭവസ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. അപകടത്തെ തുടർന്ന് 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു.
പ്രസിദ്ധമായ പഴഞ്ഞി അരുവായി ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. വെള്ളിയാഴ്ച പൂരാഘോഷവും ശനിയാഴ്ച വേലയാഘോഷവും നടക്കും. പൂരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. 53 ദേശങ്ങൾക്ക് അതിഥിയായ ചിറവരമ്പത്തുകാവിലെ തട്ടകത്തമ്മയുടെ പൂരത്തിന് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. കൊയ്ത്തുകഴിഞ്ഞ പാടങ്ങളിൽ ആനച്ചൂര് പരക്കാനും ഒഴുകിയെത്തുന്ന പൂരപ്രേമികളെ സ്വീകരിക്കാനും തട്ടകം ഒരുങ്ങിക്കഴിഞ്ഞു. മകരച്ചുവ ദിവസം ദീപാരാധനയ്ക്കു ശേഷം കൂറയിട്ടാരംഭിച്ച് കുംഭത്തിലെ 3ാമത്തെ വെള്ളിയാഴ്ചയാണ് ക്ഷേത്രത്തിൽ താലപ്പൊലി എന്ന പൂരം വേലമഹോത്സവം ആഘോഷിക്കുന്നത്. ഓരോ പൂരപ്രേമികളുടെയും കണ്ണും മനസ്സും നിറയ്ക്കുന്ന ഉത്സവാഘോഷത്തിൽ കേരളത്തിൻ്റെ തലയെടുപ്പുള്ള 50ഓളം ഗജവീരന്മാരും ഉത്സവ കേരളത്തിൻ്റെ വാദ്യപ്പെരുമ ലോകമെമ്പാടും പരത്തിയ വാദ്യകലാകാരന്മാരും പങ്കെടുക്കും. വെള്ളിയാഴ്ച ആനപ്പൂരവും അവകാശികളുടെ വേലവരവും 28-ന് തട്ടകദേശത്തിൻ്റെ കാവടി, തെയ്യം, തിറ, പൂതൻ തുടങ്ങിയവയുടെ എഴുന്നള്ളിപ്പുമാണ് നടക്കുക. വെള്ളിയാഴ്ച വിശേഷാൽ പൂജകൾക്കും നടപ്പറയ്ക്കും ശേഷം ഏകദേശം 2:30 മേളകലാരത്നം വെള്ളിത്തുരുത്തി ഉണ്ണിനായരുടെ പ്രമാണിത്വത്തിൽ 100-ൽ പരം വാദ്യകലാകാരന്മാർ പങ്കെടുക്കുന്ന പ്രശസ്തമായ നടപ്പുര പഞ്ചാരിയോടെ ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. ഗജോത്തമൻ പട്ടാമ്പി മണികണ്ഠൻ ഭഗവതിയുടെ തിടമ്പേറ്റും. തട്ടകത്തെ 38 പ്രാദേശിക കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് വൈകിട്ട് 5:45-ന് പാടത്ത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെ കേരളത്തിലെ തലയെടുപ്പുള്ള 50 ഗജവീരന്മാർ അണിനിരക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. പാണ്ടിമേളം അകമ്പടിയാകും. തുടർന്ന് ദീപാരാധന, നിറമാല, ദീപക്കാഴ്ച, പയ്യഴിപ്പറ എന്നിവയുടെ പകൽപൂരം സമാപിക്കുന്നതും രാത്രി ഭഗവതിയുടെ താലപ്പൊലിയും 1 മണിക്ക് കണ്ടിരുത്തി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും മധു എഴുന്നള്ളിപ്പും വെളുപ്പിന് 5:30-ന് കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും. ശേഷം ആനകൾ ക്ഷേത്രം പ്രദക്ഷിണം ചെയ്യുന്നതോടെ ആനപ്പൂരം സമാപിക്കും. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 6:15 കാവടി, തെയ്യം, കരിങ്കാളി, തിറ, പൂതൻ, മറ്റ് കലാരൂപങ്ങൾ എന്നിവ ക്ഷേത്രത്തിലെത്തി ഭഗവതിയെ വണങ്ങും. തുടർന്ന് ദീപാരാധന, നിറമാല എന്നിവയും രാത്രി 10 മണിക്ക് വടക്കൻ വാതിലിൽ നടക്കുന്ന ഗുരുതിയോടെ ഈ വർഷത്തെ പൂരം വേല ചടങ്ങുകൾക്ക് പരിസമാപ്തിയാകും. ഗുരുവായൂരിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വളർത്തുനായ ചത്തു. ചാമുണ്ടേശ്ശേരി ചേറൂസ് ലൈനിൽ ഗീതയുടെ ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട നായയാണ് ചത്തത്. പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. തെങ്ങിൽ നിന്ന് ഓലപ്പെട്ട വീണതിനെ തുടർന്ന് വൈദ്യുതി കമ്പി പൊട്ടി വീഴുകയായിരുന്നു. ഈ സമയം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ നായ ഷോക്കേറ്റ് പിടഞ്ഞു വീണ് ചത്തു. കരണ്ട് പോയതിനെ തുടർന്ന് പരിസരവാസികൾ വീടിന് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് സംഭവം കണ്ടത്. ഉടൻ തന്നെ KSEB അധികൃതരെ വിവരമറിയിച്ചു. സർക്കാർ ഏറ്റെടുത്ത പുലിയന്നൂർ സെന്റ് തോമസ് UP സ്കൂളിന്റെ പേര് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. 1923-ൽ ക്രിസ്തീയ സമുദായ അംഗങ്ങളുടെ ശ്രമഫലമായി നിർമ്മിച്ച UP സ്കൂളിന് സെന്റ് തോമസ് എന്നായിരുന്നു പേര് നൽകിയിരുന്നത്. 2021-ൽ സ്കൂൾ സർക്കാർ ഏറ്റെടുത്തു. 2022-ൽ സെന്റ് തോമസ് എന്ന പേര് മാറ്റി പുലിയന്നൂർ ഗവൺമെന്റ് സ്കൂൾ എന്നാക്കി. സർക്കാർ ഏറ്റെടുത്താൽ സാധാരണ നിലവിലെ പേരിനോട് ഗവൺമെന്റ് എന്ന് ചേർക്കാറാണ് പതിവ്. വേലൂർ കിരാലൂർ സ്കൂളിന്റെ പേര് ഇത്തരത്തിൽ നിലനിർത്തിയാണ് സർക്കാർ ഏറ്റെടുത്തത്. സ്കൂളിന് പേര് സെന്റ് തോമസ് എന്ന് നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന ഏകദിന ഉപവാസ സമരം തൃശൂർ അതിരൂപത മദ്യവിരുദ്ധ സമിതി ഡയറക്ടർ ഫാദർ ഡോക്ടർ ദേവസി പന്തല്ലൂർക്കാരൻ ഉദ്ഘാടനം ചെയ്തു. സെന്റ് തോമസിന്റെ പേരാണ് അന്നും ഇന്നും എന്നും അവിടെ ഉണ്ടായിരുന്നതെന്നുള്ളതിനെ പറ്റി സംശയമില്ല. എങ്കിൽ നിങ്ങളോട് കാണിച്ച ഈ കൊടും ചതി അതാരായിരുന്നാലും അത് വെളിപ്പെടണം. അതിന് മര്യാദ ഉണ്ടാവണം. നീതി നിഷേധിക്കപ്പെടരുത്. സർക്കാർ സത്വരമായി നടപടികൾ എടുക്കണം. നിങ്ങളുടെ നിവേദനം ബന്ധപ്പെട്ട ആളുകളുടെ കണ്ണു തുറപ്പിക്കണം. അവർ കാത് പൊട്ടി അടച്ചു കഴിഞ്ഞുകൂടാൻ കണ്ണടച്ചിരിട്ടാക്കാൻ സമ്മതിക്കരുത്. എത്രയും വേഗം ഈ നാടിന് അവകാശപ്പെട്ട ഈ സമുദായത്തിന്റെ അവകാശമായ അവിടെ പഠിച്ചിറങ്ങിപ്പോയിട്ടുള്ള ഒരു ആയിരങ്ങളുടെ പൂർവികരുടെ വിദ്യാർത്ഥികളുടെ കരുതുന്ന സമൂഹത്തിലെ എത്രയോ പ്രമുഖ സ്ഥാനങ്ങളൊക്കെ അലങ്കരിച്ച വ്യക്തികളാകും. അവരുടെയൊക്കെ സുന്ദര പ്രതീക്ഷകളാണ്, അവരുടെ ജന്മ അവകാശമാണ് ഈ പേര് സ്ഥാപിച്ചു കിട്ടുക. ഏകദിന ഉപവാസ സമാപന സമ്മേളനം കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ ഉദ്ഘാടനം ചെയ്തു. തണ്ടിലം പള്ളി വികാരി ഫാദർ ജോൺസൺ അന്തിക്കാടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PP യേശുദാസ് സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് നിധീഷ് ചന്ദ്രൻ, ഭരണസമിതി ജനറൽ കൺവീനർ CI പൌലോസ്, PI ലാസർ മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഷൈനി ഫ്രാൻസിസ്, ഗീത ബാലകൃഷ്ണൻ, ഷീന സാബു, ബദുൽ സൈമൺ, കിഷോർ ബാബു, PV ഔസേബ്, ജോൺ കള്ളിയത്ത്, ജോസ് ചെമ്പിശ്ശേരി, ജൂലി ടിസ്റ്റൺ എന്നിവർ സംസാരിച്ചു.
ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ കലശച്ചടങ്ങുകളിൽ പ്രധാനമായ തത്വകലശാഭിഷേകം നടന്നു. സഹസ്ര കലശത്തിന് മുന്നോടിയായി പാണിവാദ്യത്തിന്റെ അകമ്പടിയോടെ മന്ത്രപുരസരം 975 വെള്ളിക്കുംഭങ്ങളിലും 26 സ്വർണ്ണക്കുംഭങ്ങളിലും കലശദ്രവ്യങ്ങളും ജലവും നിറച്ചു. ഇവയുടെ പരികലശപൂജ, അധിവാസ ഹോമം, കലശാധിവാസം എന്നിവയും തൃപ്പുകയ്ക്ക് ശേഷം സഹസ്ര കലശം അഭിഷേകം ചെയ്യാനുള്ള ഭഗവാന്റെ അനുവാദവും അനുഗ്രഹവും തേടുന്ന അനുജ്ഞ എന്ന പ്രാർത്ഥനാ ചടങ്ങും നടന്നു. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് കലശാഭിഷേകം നിർവഹിച്ചത്. അതിപ്രധാനമായ 1000 കലശാഭിഷേകവും ബ്രഹ്മകലശാഭിഷേകവും വെള്ളിയാഴ്ച നടക്കും. ബ്രഹ്മകലശാഭിഷേകത്തോടെ 8 ദിവസങ്ങളിലായി നടക്കുന്ന കലശച്ചടങ്ങുകൾ സമാപിക്കും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ശനിയാഴ്ച കൊടിയേറും. ക്ഷേത്രത്തിൽ രാവിലെ നടക്കുന്ന ആനയില്ലാ ശീവേലിക്കും ഉച്ചകഴിഞ്ഞ് 3-ന് നടക്കുന്ന ആനയോട്ടത്തിനും ശേഷം രാത്രിയിലാണ് കൊടിയേറ്റം. സ്വർണ്ണധ്വജത്തിൽ സപ്തവർണ്ണക്കൊടി ഉയരുന്നതോടെ ഗുരുപവനപുരി ഉത്സവലഹരിയിലാകും. ക്ഷേത്രത്തിൽ ആനയില്ലാതിരുന്ന കാലത്തെ അനുസ്മരിക്കുന്നതിന് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കാറുള്ള ചടങ്ങുകളാണ് ആനയില്ലാ ശീവേലിയും ആനയോട്ടവും. രാവിലെ ശീവേലിക്ക് ശാന്തിയേറ്റ് കീഴ്ശാന്തി നമ്പൂതിരി ഭഗവാന്റെ തിടമ്പ് മാറോട് ചേർത്ത് പിടിച്ച് കുത്തുവിളക്കിന്റെയും വാദ്യത്തിന്റെയും അകമ്പടിയിൽ നടന്ന ശീവേലി പ്രദക്ഷിണം പൂർത്തിയാക്കിയാണ് ആനയില്ലാ ശീവേലി നടത്തുക. ഉച്ചകഴിഞ്ഞ് 3-നാണ് ആനയോട്ടം. ദേവസ്വത്തിന്റെ 10 ആനകൾ ആനയോട്ടത്തിൽ അണിനിരക്കും. മുന്നിൽ നിൽക്കുന്ന 3 ആനകളാണ് ഓടുന്നത്. ആദ്യം ഓടിയെത്തി ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിക്കുന്ന ആനയെ വിജയിയായി പ്രഖ്യാപിക്കും. സന്ധ്യയ്ക്ക് 6:30-ന് കൊടിയേറ്റ ചടങ്ങുകൾ ആരംഭിക്കും. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രം തന്ത്രിക്ക് കൂറയും പവിത്രവും നൽകി ആചാര്യവരണം നടത്തും. തുടർന്ന് മുളയറയിൽ ധാന്യങ്ങൾ വിതച്ച് മുളയിടും. സപ്തവർണ്ണ കൊടിക്കൂറയിലേക്ക് ദേവചൈതന്യം സന്നിവേശിപ്പിച്ചതിനു ശേഷം കുംഭത്തിലെ പൂയം നാളിൽ തന്ത്രി കൊടിയേറ്റം നടത്തും. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും രാവിലെ ഭഗവത് പ്രസാദമായി കഞ്ഞിയും പുഴുക്കും നൽകും. ദിവസവും കാഴ്ചശീവേലിക്ക് പ്രഗത്ഭരുടെ മേളം അകമ്പടിയാകും. രാത്രിയിൽ ശ്രീഭൂതബലിക്ക് ഗുരുവായൂരപ്പനെ വടക്കേ നടയിൽ എഴുന്നള്ളിച്ചു വയ്ക്കും. പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഗുരുവായൂരപ്പന് മുന്നിൽ തായമ്പക അവതരിപ്പിക്കാൻ തുടക്കക്കാർ മുതൽ പ്രഗത്ഭർ വരെയെത്തും. ദിവസവും 3 തായമ്പകയാണുണ്ടാവുക. മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിലും 2 താൽക്കാലിക സ്റ്റേജുകളിലുമായി വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറും. കൊടിയേറ്റത്തിന് ശേഷം കലാമണ്ഡലത്തിന്റെ കഥകളിയോടെയാണ് കലാപരിപാടികൾ ആരംഭിക്കുക. ഭക്തിയും ഭക്ഷ്യസമൃദ്ധിയും കലാമേള ആസ്വാദനവുമായി ഇനിയുള്ള ദിനങ്ങളിൽ ഭക്തർക്ക് ഉത്സവലഹരിയിലാകും. 8-ന് പള്ളിവേട്ടയും 9-ന് ആറാട്ടിന് ശേഷം കൊടിയിറക്കത്തോടെ ഉത്സവത്തിന് സമാപനമാകും. ഗുരുവായൂർ ദേവസ്വം നിർമ്മിച്ച സ്ലാബ് മതിൽ മണിക്കൂറുകൾക്കകം അജ്ഞാതർ തകർത്തു. തെക്കേനടയിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ വസതിയോട് ചേർന്നുള്ള സമീക്ഷാ പറമ്പിലെ മതിലാണ് തകർത്തത്. 2 ഏക്കറോളം വരുന്ന ദേവസ്വം വക സ്ഥലത്ത് 30 മീറ്റർ ദൂരത്തിലാണ് ബുധനാഴ്ച രാത്രി ദേവസ്വം മതിൽ നിർമ്മിച്ചത്. രാവിലെയാണ് മതിൽ പൂർണ്ണമായും തകർത്ത നിലയിൽ കണ്ടത്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി. അതേസമയം കാനയ്ക്ക് സമീപത്തായി അനധികൃതമായി ദേവസ്വം മതിൽ നിർമ്മിക്കുന്നുവെന്ന് ആരോപിച്ച് നാട്ടുകാർ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. മുന്നറിയിപ്പില്ലാതെ റോഡ് പൊളിച്ചു, ദുരിതത്തിലായി യാത്രക്കാർ. നവീകരണത്തിന്റെ ഭാഗമായി കലുങ്ക് നിർമ്മിക്കാൻ നായരങ്ങാടി ഞമ്മനേങ്ങാട് റോഡ് പൊളിച്ചതാണ് യാത്രക്കാരെ ദുരിതത്തിലാക്കിയത്. മുന്നറിയിപ്പില്ലാതെയാണ് നായരങ്ങാടി ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തെ കലുങ്ക് അധികൃതർ പൊളിച്ചത്. പലരും സ്ഥലത്തെത്തുമ്പോഴാണ് റോഡ് പൊളിച്ചിട്ടത് അറിയുന്നത്. അധികൃതരുടെ നടപടിയിൽ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ഉയരുന്നുണ്ട്. സാധാരണ ഇത്തരം പ്രവൃത്തികൾ നടത്തുമ്പോൾ മാധ്യമങ്ങളിലൂടെയും മറ്റും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകാറുണ്ട്. എന്നാൽ ഇത്തരം മുന്നറിയിപ്പ് നൽകലോ വഴിതിരിച്ചുവിടാനായി സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ല. പ്രദേശത്ത് നിരവധി സ്കൂളുകൾ പ്രവർത്തിക്കുന്നതിനാൽ വിദ്യാർത്ഥികളും വാഹനയാത്രികരും വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് 12 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവത്തിന് വെള്ളിയാഴ്ച തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുവായൂർ പുസ്തകോത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭ ലൈബ്രറി അങ്കണത്തിലാണ് പുസ്തകോത്സവം നടക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് മുൻമന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള 8 ദിവസങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളിലുള്ള പ്രഭാഷണങ്ങൾ, സെമിനാറുകൾ, സംവാദങ്ങൾ, പുസ്തകങ്ങളെ പരിചയപ്പെടുത്തലുകൾ, എഴുത്തുകാരുമായുള്ള അഭിമുഖങ്ങൾ, പുസ്തക പ്രകാശനങ്ങൾ എന്നിവ നടക്കും. വൈകിട്ട് 5:30 മുതലാണ് ഈ പരിപാടികൾ ആരംഭിക്കുന്നത്. മാർച്ച് 10 നടക്കുന്ന സമാപന സമ്മേളനം കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്യും. ഗസയിൽ നിന്ന് ഡോക്ടർ എസ് സന്തോഷ് കുമാർ നേരിട്ട് പകർത്തിയ ചിത്രങ്ങളുടെ പ്രദർശനം, അവസാനത്തെ ആകാശം, ഗസയിൽ നിന്നുള്ള ജീവിത കാഴ്ചകൾ എന്ന എക്സിബിഷനുമുണ്ടാകും. പ്രമുഖ പ്രസാധകരുടെ പുസ്തകങ്ങളടങ്ങിയ പുസ്തകശാല രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെ പ്രവർത്തിക്കും. സംഘാടക സമിതി ഭാരവാഹികളായ എം കൃഷ്ണദാസ്, കെ വി വിവിധ്, കെ ആർ സൂരജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ സി രവീന്ദ്രനാഥ്
പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും. പിന്നീടുള്ള 7 ദിവസങ്ങളിൽ പള്ളിവേട്ടയും ആറാട്ടും ഒഴികെയുള്ള 7 ദിവസങ്ങളിൽ കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള പ്രഭാഷകർ പങ്കെടുക്കുന്ന വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രഭാഷണം ഉണ്ടാവും. പുസ്തക പ്രകാശനം ചില ദിവസങ്ങളിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അനുബന്ധമായി നേരത്തെ തന്നെ നടന്ന കലാമത്സരങ്ങൾ, സാഹിത്യ മത്സരങ്ങൾ, ഇതിലെല്ലാം പങ്കെടുക്കുന്നത്. വേലൂർ ഗ്രാമപഞ്ചായത്തിലെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് നിധീഷ് ചന്ദ്രൻ അവതരിപ്പിച്ചു. 32.58 കോടി രൂപ വരവ് പ്രതീക്ഷിക്കുന്നതിൽ 29.76 കോടിയുടെ ബജറ്റാണ് അവതരിപ്പിച്ചത്. 1,21,56,089 രൂപ ഉൽപാദന മേഖലയ്ക്കും 8,73,13,284 രൂപ സേവന മേഖലയ്ക്കും 4,41,36,627 പശ്ചാത്തല മേഖലയ്ക്കും വകയിരുത്തിയിട്ടുണ്ട്. 79,35,367 രൂപ ബജറ്റിൽ മിച്ചം പ്രതീക്ഷിക്കുന്നുണ്ട്. ഭവന നിർമ്മാണം, കൃഷി, ശുചിത്വം, മാലിന്യ സംസ്കരണം, കുടിവെള്ളം, ആരോഗ്യം എന്നിവയ്ക്കാണ് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിന്റെ 50% തുക വകയിരുത്തി ജലപര്യാപ്തമായ ഗ്രാമം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനാണ് ബജറ്റ് ഊന്നൽ നൽകിയിട്ടുള്ളത്. കൊട്ടിഘോഷിച്ച് നടത്തിയ ഉദ്ഘാടന മാമാങ്കം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടുവെങ്കിലും തലക്കോട്ടുകര കൈപ്രമ്പ് റോഡിന്റെ നിർമ്മാണം ആരംഭിക്കാതെ അധികൃതർ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി കഴിഞ്ഞ നവംബർ 7-നായിരുന്നു റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയെയും കേച്ചേരി കുറാഞ്ചേരി സംസ്ഥാനപാതയെയും ബന്ധിപ്പിക്കുന്ന തലക്കൂട്ടുകര കൈപ്രമ്പ് റോഡ് തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ പിന്നിട്ടു. റോഡിന്റെ പല ഭാഗവും പൂർണ്ണമായും തകർന്ന നിലയിലുമാണ്. പ്രദേശവാസികളുടെയും യാത്രികരുടെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് തടയിടാനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉദ്ഘാടനം നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടത് എന്നാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. റോഡിന്റെ നിർമ്മാണത്തിനായി മുരളി പെരുന്നില്ലി MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 43,51,000 രൂപ അനുവദിച്ചു എന്നറിയിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം നടത്തിയിരുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഭരണസമിതികൾ അധികാരമേറ്റെടുത്ത് 2 മാസത്തോളമായെങ്കിലും ഇതുവരെ പ്രവൃത്തികൾ ആരംഭിക്കാൻ പൊതുമരാമത്ത് വകുപ്പോ കരാറുകാരനോ തയ്യാറായിട്ടില്ല. ജനങ്ങളുടെ ദുരിതയാത്രയ്ക്ക് അറുതി വരുത്താൻ ചൂണ്ടൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. റോഡിന്റെ ഏറ്റവും കൂടുതൽ തകർന്നു കിടക്കുന്ന വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിനു മുന്നിലും സെന്റ് ജോസഫ് കോൺവെന്റിനു മുന്നിലും കട്ടവിരിക്കുമെന്നും മറ്റു ഭാഗങ്ങളിൽ ടാറിംഗ് പ്രവൃത്തികൾ ചെയ്ത് മനോഹരമാക്കുമെന്നും MLA ഉദ്ഘാടന വേളയിൽ വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ ഇതെല്ലാം വെള്ളത്തിൽ വരച്ച വരയ്ക്ക് സമാനമായ സ്ഥിതിയിലാണ് ഇപ്പോഴും തുടരുന്നത്. 2 ലോഡ് മെറ്റൽ കോളേജിനു മുന്നിൽ ഇറക്കി കൂട്ടിയിട്ടതല്ലാതെ ഒരു പ്രവൃത്തിയും തുടങ്ങാൻ ഇനിയും അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. മെറ്റൽ ഇറക്കിയ ഭാഗത്തും കുഴികൾ നിറഞ്ഞ മറ്റിടങ്ങളിലും ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ദിനംപ്രതി നടക്കുന്നത്. വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ്, ഗാഗുൽത്ത ധ്യാന കേന്ദ്രം, കിഡ്നി ഫെഡറേഷൻ ഡയാലിസിസ് സെന്റർ, ആരാധനാലയങ്ങൾ തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രധാന റോഡാണിത്. സംസ്ഥാനപാതയിലെ കേച്ചേരിക്കും കൈപ്രമ്പിനും ഇടയിലുള്ള ഭാഗത്തെ ഗതാഗതക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ സംസ്ഥാനപാതയിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾ ആശ്രയിക്കുന്ന പ്രധാന റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ അധികാരികൾ ഇനിയെങ്കിലും തയ്യാറാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34-ാം ചാവക്കാട് ബ്ലോക്ക് സമ്മേളനം മുതുവട്ടൂർ ശിക്ഷക് സദനിൽ നഗരസഭാ ചെയർമാൻ AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് PV ബാലചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KV രാമകൃഷ്ണൻ റിപ്പോർട്ടും KA വാസു പ്രമേയവും അവതരിപ്പിച്ചു. ട്രഷറർ KR ശശിധരൻ വരവ് ചെലവ് കണക്കും സംഘടനാ റിപ്പോർട്ട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി മെജോ ബ്രൈറ്റും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി മെമ്പർ KT ശ്രീനിവാസൻ, ബേബി ജോസഫ് എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KS പരമേശ്വരൻ തെരഞ്ഞെടുപ്പ് വരണാധികാരിയായി. ചാവക്കാട് മണത്തല തിരുവത്രയിൽ ഏക്കർ കണക്കിന് നീണ്ടുകിടക്കുന്ന കടൽ തീരങ്ങളിൽ വയോജനങ്ങൾക്ക് വിശ്രമിക്കുവാനും വിനോദത്തിനും വേണ്ടി സദനങ്ങൾ നിർമ്മിക്കണമെന്നും വയോജനങ്ങൾക്ക് യാത്രാ ഇളവുകൾ അനുവദിക്കണമെന്നും സമ്മേളനം പ്രമേയം വഴി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ചാവക്കാട് പുതിയറ, പുന്ന, ചിങ്ങനാത്ത് കടവ് പാലം അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഭൂവുടമകൾ നഷ്ടപരിഹാരമായി 10,03,99,198 രൂപ അനുവദിച്ചു. കിഫ്ബി സ്പെഷ്യൽ തഹസിൽദാരുടെ അക്കൗണ്ടിലേക്ക് തുക കൈമാറി. സ്ഥലം ഏറ്റെടുത്തുകൊണ്ടുള്ള വിജ്ഞാപനവും ഭൂവുടമകൾക്ക് തുക കൈമാറലും ഉടൻ നടക്കുമെന്ന് NK അക്ബർ MLA അറിയിച്ചു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 48 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ചിങ്ങനാത്തുകടവ് പാലം അപ്രോച്ച് റോഡ് നിർമ്മാണ പ്രവൃത്തിയുടെ സ്ഥലമേറ്റെടുക്കൽ നടപടി പൂർത്തിയാക്കുകയാണ്. സ്ഥല ഉടമകൾക്ക് നഷ്ടപരിഹാരമായി 10.04 കോടി രൂപ അനുവദിച്ച് സ്പെഷ്യൽ തഹസിൽദാർക്ക് തുക കൈമാറി.
ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള 19/1 വിജ്ഞാപനവും സ്ഥലമുടമകൾക്ക് തുക കൈമാറലും ഉടൻ നിർവഹിക്കും. ഗുരുവായൂർ നിയോജകമണ്ഡലത്തിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വലിയ പദ്ധതികളിൽ ഒന്നാണിത്. പൊതുമരാമത്ത് വകുപ്പിന്റെ നിർവഹണ ഏജൻസിയായ കേരള റോഡ് ഫണ്ട് ബോർഡ് പാലവും അപ്രോച്ച് റോഡും നിർമ്മിക്കുന്നതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതോടെ സാങ്കേതികാനുമതി നൽകുന്ന നടപടിയായി. ടെൻഡർ നടപടികൾ ആരംഭിച്ചു. പാലത്തിനും അപ്രോച്ച് റോഡിനുമായി 38 കോടി രൂപയാണ് ചെലവ് വരുന്നത്. 9.75 മീറ്റർ വീതിയിലും 253 മീറ്റർ നീളത്തിലുമാണ് പാലം നിർമ്മിക്കുന്നത്. പാലത്തിൻ്റെ ഇരുവശത്തും 1.5 മീറ്റർ വീതിയിൽ ഫുട്പാത്തും നിർമ്മിക്കും. പാലത്തിനു സമീപം 9 മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന പ്രധാന റോഡിന് ഇരുവശത്തുമായി 3.5 മീറ്റർ വീതിയിൽ സർവീസ് റോഡും നിർമ്മിക്കുന്നുണ്ട്. ദേശീയപാതയിൽ നിന്നും ചാവക്കാട് ഗുരുവായൂർ ഭാഗത്തേക്കുള്ള പ്രധാന ബൈപ്പാസായി ചെങ്ങനാത്ത് കടവ് പാലവും അപ്രോച്ച് റോഡും മാറും. ചെങ്ങനാത്ത് കടവ് പാലം സംബന്ധിച്ച അവലോകന യോഗം ചാവക്കാട് റെസ്റ്റ് ഹൗസിൽ ഗുരുവായൂർ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്നു. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH സലാം, കൗൺസിലർമാരായ വിശ്വംഭരൻ, PI സീന, ഫബീന നൌഷാദ്, KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു, റവന്യൂ വിഭാഗം സൂപ്രണ്ട് സിന്ധു, റവന്യൂ ഇൻസ്പെക്ടർ പ്രതാപൻ, KRFB അസിസ്റ്റന്റ് എഞ്ചിനീയർ രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കടപ്പുറം കറുകമാട് മാട്ടുമല്ലിൽ മാസങ്ങളായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്ന പ്രശ്നത്തിന് പരിഹാരമാകുന്നു. കടപ്പുറം പഞ്ചായത്ത് 6-ാം വാർഡിലാണ് കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. ഇതുമൂലം റോഡ് പൊളിഞ്ഞു പോകുന്ന അവസ്ഥയുമുണ്ടായി. സാധാരണ കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്ന നാടാണ് മാട്ടുമ്മൽ. മാസങ്ങളായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിൽ കൂടുതൽ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. നിരന്തരമായ നാട്ടുകാരുടെ പ്രതിഷേധങ്ങളുടെയും മാധ്യമ വാർത്തകളുടെയും ഫലമായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് അധികൃതർ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് പലിശ മാഫിയകളുടെ ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തിയവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് ഫോർ ജുമൈല എന്ന മുദ്രാവാക്യവുമായി SDPI പ്രവർത്തകർ ധർണ നടത്തി. കോട്ടപ്പടി സെന്ററിൽ നടന്ന ധർണ ജില്ലാ സെക്രട്ടറി TM അക്ബർ ഉദ്ഘാടനം ചെയ്തു. ജുമൈലയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുന്നതിനായി കമ്മീഷണർക്കും കളക്ടർക്കും പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് KH ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി ഡോക്ടർ PN മുഹമ്മദ് മുസമിൽ, ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ദിലീപ് അത്താണി, ജബ്ബാർ അണ്ടത്തോട്, ഡോക്ടർ സക്കീർ ഹുസൈൻ, ഷഫീദ് ബ്ലാങ്ങാട്, മുനീർ അഞ്ചങ്ങാടി, നൌഫൽ അഗലാട് തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ KSU പ്രവർത്തകർ ആക്രമിച്ചുവെന്ന് ആരോപിച്ച് CPIM നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. CPM ചാവക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS അശോകൻ ഉദ്ഘാടനം ചെയ്തു. VGBG അധ്യക്ഷനായി. CK തോമസ്, മഹിളാ അസോസിയേഷൻ നേതാവ് പ്രീജ ദേവദാസ് എന്നിവർ സംസാരിച്ചു. CPM തിരുവത്ര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AC റഷീദ് സ്മാരക മന്ദിരത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനം AUP സ്കൂൾ പരിസരത്ത് സമാപിച്ചു. തുടർന്നു ചേർന്ന പൊതുയോഗം CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം MR രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KH സലാം അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ TM ഹനീഫ, PK രാധാകൃഷ്ണൻ, പ്രസന്ന രണദേവ് എന്നിവർ സംസാരിച്ചു. KR ആനന്ദൻ, VG സഹദേവൻ, TM ദിലീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. DYFI കാട്ടകമ്പാൽ മേഖലാ കമ്മിറ്റിയുടെയും CPM ലോക്കൽ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചിറക്കൽ സെന്ററിൽ സമാപിച്ചു. തുടർന്നു നടന്ന പ്രതിഷേധ യോഗം CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി TC ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി VK ബാബുരാജ്, ലോക്കൽ കമ്മിറ്റി അംഗം സന്തോഷ് കൊളത്തേരി, DYFI മേഖലാ സെക്രട്ടറി VS ലെനിൻ, ട്രഷറർ അനുമോൻ സീതമ്പി എന്നിവർ സംസാരിച്ചു. CPM പന്നിത്തടം ലോക്കൽ കമ്മിറ്റി പന്നിത്തടം സെന്ററിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PA ഉണ്ണികൃഷ്ണൻ, V ശങ്കരനാരായണൻ, MK ശശിധരൻ, KK മണി, AS സുബിൻ, സുഗിജ സുമേഷ്, KV ഗിൽസൺ, അബ്ദുൾ റഹീം എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറിമാർ, പാർട്ടി പ്രവർത്തകരും പങ്കെടുത്തു. അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ CITU എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ചിറ്റാട്ടുകരയിൽ നടന്ന പ്രതിഷേധ യോഗം CITU ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി പ്രൊജക്ട് സെക്രട്ടറി NB ജയ അധ്യക്ഷയായി. ശ്രീബിത ഷാജി, KS പ്രമോദ്, BR സന്തോഷ്, PA ഷൈൻ, മഞ്ജു പ്രമോദ് എന്നിവർ സംസാരിച്ചു. CPM കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടങ്ങോട് മിൽ സെന്ററിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, വർഗ ബഹുജന സംഘടനാ നേതാക്കൾ എന്നിവർ നേതൃത്വം നൽകി.
CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം PS പ്രസാദ് പ്രതിഷേധ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം UV ഗിരീഷ് അധ്യക്ഷനായി. CPM കടങ്ങോട് ലോക്കൽ സെക്രട്ടറി CH സലാം സ്വാഗതവും ലോക്കൽ കമ്മിറ്റി അംഗം P ബാബു നന്ദിയും പറഞ്ഞു. ചാവക്കാട് മണത്തല ശ്രീ ചിത്ര ആയുർഹോമിന് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അംഗീകാരം ലഭിച്ചു. ശ്രീ ചിത്ര ആയുർഹോമിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ MLA NK അക്ബർ NAVH അംഗീകാര സമർപ്പണം നിർവഹിച്ചു. ശ്രീ ചിത്ര ആയുർഹോം ചെയർമാൻ ഡോക്ടർ PV മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ AH അക്ബർ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് CA ഗോപപ്രതാപൻ, NABH പ്രിൻസിപ്പാൾ അസസ് ഡോക്ടർ ഇന്ദുചൂടൻ, ശ്രീ ചിത്ര ആയുർവേദ അക്കാദമി പ്രിൻസിപ്പൽ ഡോക്ടർ പ്രതിഭ, ഓട്ടോകാസ്റ്റ് മുൻ ചെയർമാൻ CH റഷീദ്, ശ്രീ ചിത്ര സീനിയർ ഡോക്ടർ നേഹ വരുൺ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഇഫ്താർ വിരുന്നും ഉണ്ടായി. ആർത്താറ്റ് മാർ തോമ തീർത്ഥകേന്ദ്രത്തിലെ പുതുഞായർ തിരുനാളിന് ഒരുക്കങ്ങൾ തുടങ്ങി. തിരുനാൾ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ നിർവഹിച്ചു. ആർത്താറ്റ് മാർത്തോമ തീർത്ഥകേന്ദ്രത്തിലെ പുതുഞായർ തിരുനാൾ ഏപ്രിൽ 10, 11, 12, 13 തീയതികളിലായി ആഘോഷിക്കും. ഏപ്രിൽ 5 ഈസ്റ്റർ കുർബാനയ്ക്ക് ശേഷം തിരുനാളിന് കൊടികയറും. തുടർന്ന് 10-ാം തീയതി വെള്ളിയാഴ്ച ഉൾപ്പെടെ 5:30 വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവയുണ്ടാകും. വെള്ളിയാഴ്ച തിരുകർമ്മങ്ങൾക്ക് ശേഷം ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മവും യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ മിനി തിരുനാളും ഉണ്ടാകും. തിരുനാൾ തലേദിവസം വൈകിട്ട് 5:30 വിശുദ്ധ കുർബാനയും രൂപം എഴുന്നള്ളിച്ചുവെക്കലും തുടർന്ന് CRP ബാൻഡ് വാദ്യ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സ്റ്റേജ് ഷോയും ഉണ്ടാകും. തിരുനാൾ ദിവസമായ ഞായറാഴ്ച ഊട്ടുവെഞ്ചിരിപ്പ്, രാവിലെ 6-നും 7-നും 8-നും വിശുദ്ധ കുർബാന, 9:30 ആഘോഷമായ തിരുനാൾ കുർബാന, തുടർന്ന് പ്രദക്ഷിണം. ഉച്ചയ്ക്ക് 2 മണി മുതൽ വിവിധ സമുദായങ്ങളുടെ അമ്പ് വള എഴുന്നള്ളിപ്പും ഉണ്ടാകും. 11-ന് സമാപിക്കും. തുടർന്ന് ബാൻഡ് വാദ്യ മത്സരവും തേര് മത്സരവും വർണ്ണമഴയും ഉണ്ടാകും. 13-ാം തീയതി രാവിലെ 6:30 ഇടവകയിലെ മരിച്ചവർക്കു വേണ്ടിയുള്ള തിരുകർമ്മങ്ങൾ, വൈകിട്ട് 6:30 തിരുവനന്തപുരം ജോസ്കോ അവതരിപ്പിക്കുന്ന ഗാനമേളയും അരങ്ങേറും. വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ, ചാർലി ചിരിയങ്കണ്ടത്ത്, തോമസ് ചുങ്കത്ത്, ഷാബു ചിറ്റിലപ്പിള്ളി, ട്രസ്റ്റിമാർ, ജനറൽ കൺവീനർ ഷൈജു ആളൂർ, മറ്റ് കമ്മിറ്റി കൺവീനർമാർ അടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകും. വേലൂർ പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 1 കോടി രൂപയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 1 കോടി രൂപയും വകയിരുത്തി 2 കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ, ബ്ലോക്ക് മെമ്പർ TM അബ്ദുൾ റഷീദ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജമീല രാജീവ്, KV അഷ്ന, ഷൈനി ജിബിൻ, വാർഡ് മെമ്പർ AG രഞ്ജീവ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി, പ്രധാനാധ്യാപിക VV ഷീജ, സ്കൂൾ സമിതി ഭാരവാഹികളായ KR ആശ, ധന്യ കാർത്തികേയൻ, PU സൗമ്യ, PJ വിഷ്ണു, അധ്യാപക പ്രതിനിധി PN ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മാനേജ്മെന്റിന്റെ കയ്യിലുണ്ടായിരുന്ന സ്കൂളാണ്. അവർക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതി വന്നു. ഈ ഘട്ടത്തിന്റെയൊക്കെ സ്ഥിതി നോക്കിയാൽ നിങ്ങൾക്ക് അതറിയാലോ. ഇപ്പോഴും അതിന്റെ സ്മാരകം അവിടെയുണ്ട്. അപ്പോഴാണ് ഗവൺമെന്റിന്റെ മുമ്പിൽ ഒരു ആവശ്യം വരുന്നത്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്ര മാഷ് ഈ സ്കൂൾ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയായതുകൊണ്ട് സ്കൂൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അന്നത്തെ സ്റ്റാഫ് നഷ്ടപരിഹാരം ഒന്നും കൂടാതെയാണ് സർക്കാരിനെ ഏൽപ്പിച്ചത്. രവീന്ദ്ര മാഷ് തന്നെ വന്നിട്ടാണ് എന്റെ പ്രഖ്യാപനം നടത്തിയത്. ഈ ഓർമ്മയുണ്ടെന്ന് ഷെർലിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നാണ് എന്റെ ഓർമ്മ. പിന്നീട് ഷോബി പഞ്ചായത്ത് പ്രസിഡന്റായി. ആ സമയത്താണ് ഗവൺമെന്റ് സ്കൂൾ ഏറ്റെടുത്ത പോരല്ലോ. ആ ഏറ്റെടുത്ത സ്കൂളിൽ ഗവൺമെന്റ് ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. ആ സൗകര്യങ്ങളിൽ ഒരു ഘട്ടമാണ് ഇപ്പൊ പൂർത്തീകരിച്ചത് എന്ന് പറയാനും അതിന് നിങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. സ്തുത്യർഹമായ അധ്യാപന ജീവിതത്തിന് ശേഷം വിരമിക്കുന്ന ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ്ക്ക് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരവ് നൽകി. കോളേജിലെ മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന സ്നേഹാദര ചടങ്ങ് രാജാരാമണ്ണ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി മുൻ റീജിയണൽ ഡയറക്ടർ പ്രവീൺ കുമാർ രാജ ഉദ്ഘാടനം ചെയ്തു. ഫിസിക്സ് വിഭാഗം മേധാവി KR രാജേഷ് അധ്യക്ഷനായി. BSc ഫിസിക്സ് 2ാം വർഷം വിദ്യാർത്ഥിനിയും മീരയുടെ പ്രാർത്ഥനയോടെയാണ് സ്നേഹാദരവ് ചടങ്ങിന് തുടക്കമായത്. ഫിസിക്സ് വിഭാഗം മുൻ മേധാവി പ്രൊഫസർ NPN ഭട്ടതിരിപ്പാട്, ഫിസിക്സ് വിഭാഗം മുൻ അധ്യാപകരായ പ്രൊഫസർ PC കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, പ്രൊഫസർ C ജലജാമണി, കോളേജ് യൂണിയൻ ചെയർമാൻ മുഹമ്മദ് മിസ്ബ, ഫിസിക്സ് വിഭാഗം വിദ്യാർത്ഥികളായ KS കൃഷ്ണ, V അനുപമ, K ലക്ഷ്യ, ഫിസിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ KM മനു, അസോസിയേഷൻ സെക്രട്ടറി KK അഭിഷേക് എന്നിവർ സംസാരിച്ചു.
ഫിസിക്സ് വിഭാഗം മുൻ മേധാവി പ്രൊഫസർ NPN ഭട്ടതിരിപ്പാട് വിജോയ് മാഷിനുള്ള ഉപഹാരം കൈമാറി. ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പൽ PS വിജോയ് മറുപടി പ്രസംഗം നടത്തി. അതിന്റെ അർത്ഥം വളരെ ആപ്റ്റാണ്. ശരിക്കും ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആപ്റ്റായിട്ടുള്ള ഒരു അർത്ഥമാണ്. ഈ ഗുരു ഗോവിന്ദ് നിൽക്കുന്നെങ്കിൽ ആരുടെ കാലാണ് ആദ്യം വന്ദിക്കേണ്ടത് എന്നുള്ളത് വളരെ യുക്തിയോടുകൂടി വളരെ യുക്തിഭദ്രമായിട്ട് പറയുന്നതാണ് കവി. അതായത് ഗുരുവിനെയാണ് ആദ്യം വന്ദിക്കേണ്ടത്. കാരണം ഗുരുവാണ് ദൈവത്തിനെ കുറിച്ച് പറഞ്ഞു തന്നത്. എനിക്ക് എപ്പം കോളേജിനെ പറ്റി ആരംഭിക്കുമ്പോഴും ഒരുപാട് ഗുരുക്കന്മാർ എന്നെ പഠിപ്പിച്ച ഫിസിക്സ് ആയിട്ടും ഇംഗ്ലീഷായിട്ടും ഹിന്ദിയായിട്ടും മാത്തമാറ്റിക്സ് ആയിട്ടും എന്നെ പഠിപ്പിച്ച കുറേ ടീച്ചർമാരും മാഷന്മാരും ഈ കോളേജിലുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിന്റെ വഴി തിരിച്ചു വിട്ടതും ഇവിടുത്തെ ഒരു വാക്ക് തന്നെ. ദീർഘകാലം മുല്ലശ്ശേരി പഞ്ചായത്തിന്റെ പ്രസിഡന്റും CPM നേതാവുമായിരുന്ന ചേമ്പിൽ ചന്ദ്രന്റെ 5ാം ചരമവാർഷികാചരണവും അനുസ്മരണവും സംഘടിപ്പിച്ചു. മുല്ലശ്ശേരി EMS കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന അനുസ്മരണ യോഗം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം AK ഹുസൈൻ അധ്യക്ഷനായി. മുരളി പെരുന്നെല്ലി MLA, മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ്, കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ, ഏരിയ സെക്രട്ടറി PA രമേശൻ, ലോക്കൽ സെക്രട്ടറി KP ആലി, VG സുബ്രഹ്മണ്യൻ, ഗീത ഭരതൻ, PG സുബിദാസ്, ചേമ്പിൽ ചന്ദ്രന്റെ മക്കളായ പ്രസാദ്, പ്രമോദ്, സഹോദരൻ വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച വൈബ് ഫോർ വെൽനസ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഉള്ള ശില്പശാലയുടെ ഉദ്ഘാടനം കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. പഴഞ്ഞി MD കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് മാത്യു അധ്യക്ഷത വഹിച്ചു. കാട്ടകാമ്പാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ടീച്ചർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജൻ, മെമ്പർമാർ, NSS ലീഡർ അർച്ചന, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഖിൽ ജോസ് എന്നിവർ സംസാരിച്ചു. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബ്ന പദ്ധതി വിശദീകരണം നടത്തി. MD കോളേജിലെ NSS യൂണിറ്റുമായി സഹകരിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ചൂണ്ടൽ പെലക്കാട്ട് പയ്യൂർ ശ്രീ പയ്യൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവ ദിനത്തിൽ പയ്യൂർക്കാവിലമ്മയുടെ ഭക്തിഗാന ആൽബം റിലീസ് ചെയ്തു. ഓഡിയോ പ്രകാശനം ക്ഷേത്ര മേൽശാന്തി പെലക്കാട്ട് പയ്യൂർ കല്ലംപിള്ളി രാജൻ നമ്പൂതിരി നിർവഹിച്ചു. കാണിപ്പയ്യൂർ എടമന പരമേശ്വരൻ നമ്പൂതിരി, പന്നിശ്ശേരി കുറുവല്ലൂർ മനയ്ക്കൽ ആര്യൻ നമ്പൂതിരി എന്നിവർ സംബന്ധിച്ചു. ഗീതാഞ്ജലി മ്യൂസിക്സിനു വേണ്ടി രവീന്ദ്രൻ ചൂണ്ടൽ രചിച്ച് ഷാജി സുബ്രഹ്മണ്യൻ കാണിപ്പയ്യൂർ സംഗീതം നിർവഹിച്ച് രവിവർമ്മ തൃശൂരിന്റെ സൗവർണിക സ്റ്റുഡിയോയുടെ ഓർക്കസ്ട്രയിൽ അഞ്ജലി സുനീഷ് ആലപിച്ച സഹസ്രദീപം എന്ന ഭക്തിഗാനത്തിന്റെ പ്രകാശനമാണ് നടന്നത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,820 രൂപ, പവന് 1,18,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 285 രൂപ. ചരമം ഗുരുവായൂർ താമരയൂർ ഹരിദാസ് നഗർ ചീരൻ പറഞ്ചു ലോനക്കുട്ടി നിര്യാതനായി. 95 വയസ്സായിരുന്നു. സംസ്കാരം കാവേട് സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ നടത്തി. പരേതയായ ത്രേസി ഭാര്യയും ആനി, ജോബി, ലോറൻസ്, ലിസി, ജെസി എന്നിവർ മക്കളുമാണ്. ആർത്താറ്റ് വാഴപ്പള്ളി പരേതനായ വർക്കി മാസ്റ്റർ മകൻ ആന്റണി നിര്യാതനായി. 75 വയസ്സായിരുന്നു. ബോംബെ അസോസിയേറ്റഡ് ക്യാപ്സ്യൂൾസ് എന്ന കമ്പനിയിൽ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസറായിരുന്നു പരേതൻ. സംസ്കാരം ആർത്താറ്റ് ഹോളിക്രോസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. അൽഫോൺസ ഭാര്യയും സാനി, സാലി എന്നിവർ മക്കളുമാണ്. പോർക്കുളം ചെറുവത്തൂർ പരേതനായ വർഗീസ് ഭാര്യ മാർത്ത നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം പോർക്കുളം മാർ ആദായ് ശ്ലീഹ പള്ളി സെമിത്തേരിയിൽ നടത്തി. ലില്ലി, ലിസി, ലിജി, ഷീമോൻ എന്നിവർ മക്കളാണ്. പഴഞ്ഞി കൊള്ളന്നൂർ പരേതനായ തമ്പി ഭാര്യ പ്രസന്ന നിര്യാതയായി. 74 വയസ്സായിരുന്നു. തൊഴിയൂർ CM UP സ്കൂളിലെ റിട്ടയേർഡ് പ്രധാന അധ്യാപികയായിരുന്നു പരേത. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തി. പ്രജീഷ്, അഖില എന്നിവർ മക്കളാണ്. പെരുമ്പിലാവ് മണിയറക്കോട് മുനവരിയ മദ്രസയ്ക്ക് സമീപം വെള്ളിയാട്ടിൽ പരേതനായ കുഞ്ഞുമോൻ മകൻ അബു നിര്യാതനായി. 70 വയസ്സായിരുന്നു. ഖബറടക്കം വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് പെരുമ്പിലാവ് സെൻട്രൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തും. ഫാത്തിമ ഭാര്യയാണ്. സിറാജുദ്ദീൻ, ഷറഫുദ്ദീൻ, അനസ്, റിയാസ് എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്.
തൃശൂർ അന്നമനടയിൽ ഇടഞ്ഞ ആന യുവാവിനെ എടുത്തെറിഞ്ഞു. അന്നമനട മഹാദേവ ക്ഷേത്രത്തിലെ വലിയ വിളക്ക് ഉത്സവത്തിനിടെ അക്കിക്കാവ് കാർത്തികേയൻ എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. ആക്രമണത്തിൽ പരിക്കേറ്റ മാമ്പ്ര എരിയാംകുടി സ്വദേശി തുറനെല്ലൂർ മനയിൽ വിവേകിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുമ്പിലാവിലെ ബാറിൽ ഇരു സംഘങ്ങൾ തമ്മിൽ സംഘർഷം, 3 യുവാക്കൾക്ക് പരിക്ക്. ബിയർ കുപ്പി കൊണ്ടുള്ള ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവിന്റെ പുറത്ത് 37 തുന്നലിട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് കൊലപാതകം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ 4 അംഗ സംഘത്തിനെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രസിദ്ധമായ പഴഞ്ഞി അരുവായി ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് വെള്ളിയാഴ്ച തുടക്കം. വെള്ളിയാഴ്ച പൂരാഘോഷവും ശനിയാഴ്ച വേലയാഘോഷവും നടക്കും. 34 ആഘോഷ കമ്മിറ്റികളിൽ നിന്നായി കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കുക. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെ 50ഓളം ഗജവീരന്മാർ. പൂരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ശനിയാഴ്ച കൊടിയേറും. ക്ഷേത്രത്തിൽ രാവിലെ നടക്കുന്ന ആനയില്ലാ ശീവേലിക്കും ഉച്ചകഴിഞ്ഞ് 3 നടക്കുന്ന ആനയോട്ടത്തിനും ശേഷം രാത്രിയിലാണ് കൊടിയേറ്റം. സ്വർണധ്വജത്തിൽ സപ്തവർണ്ണക്കൊടി ഉയരുന്നതോടെ ഗുരുപവനപുരി ഉത്സവലഹരിയിലാകും. സർക്കാർ ഏറ്റെടുത്ത പുലിയന്നൂർ സെന്റ് തോമസ് UP സ്കൂളിന്റെ പേര് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. സർക്കാർ ഏറ്റെടുത്ത വിദ്യാലയങ്ങളുടെ നിലവിലുള്ള പേരിനോട് ഗവൺമെന്റ് എന്ന് ചേർക്കുന്ന പതിവ് തുടരണമെന്നും അല്ലാത്തപക്ഷം പ്രതിഷേധം ശക്തമാക്കുമെന്നും സമരസമിതി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. പോർക്കുളം പരേതനായ കണ്ടംപുള്ളി ബാലൻമകൻ മണികണ്ഠന്റെ 3ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതിന്റെ പാവന സ്മരണകൾക്ക് മുൻപിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.